കരുനാഗപ്പള്ളി CPM-ലെ അതിരൂക്ഷമായ വിഭാഗീയതയ്ക്ക് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുകയാണ്. MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത ജില്ലാ നേതൃയോഗങ്ങൾ അതിനുശേഷമുള്ള തീരുമാനം വിശദീകരിക്കുമ്പോൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിരിക്കുന്നു, പകരം അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം MV ഗോവിന്ദൻ വിശദീകരിക്കുകയായിരുന്നു. KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഈ KR ഗോപികൃഷ്ണനിലേക്ക് പോകുന്നതിന് മുമ്പ് MV ഗോവിന്ദൻ്റെ പ്രതികരണം ഒരിക്കൽ കൂടി. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറിപ്പിക്കുകയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. KR ഗോപികൃഷ്ണൻ, ഈ സമ്മേളന കാലത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്നുണ്ടായി. അവിടെ സമ്മേളനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം, കുലശേഖരപുരത്ത് സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്ന സാഹചര്യം, പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്നത്, പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്തുള്ള പ്രവർത്തകരുടെ പ്രതികരണം, ഞങ്ങൾ പാർട്ടി വിട്ടുപോവുകയാണ് എന്നുവരെ പ്രവർത്തകർ പ്രതികരിക്കുന്ന നില, അതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി കണ്ടത്. അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ ഒരു അനുനയത്തിൻ്റെ സ്വരമായിരിക്കുമോ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അതോ കടുത്ത നടപടിയുടെ ഭാഷയിലായിരിക്കുമോ കാര്യങ്ങൾ കാണുക എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. കടുത്ത നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു, കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. അസാധാരണമെന്ന് വിലയിരുത്താവുന്ന തരത്തിൽ ഒരു ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു. അവിടെ ഏരിയ സമ്മേളനവും ഉണ്ടാവില്ല എന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നു. അവിടെയുള്ള പ്രശ്നങ്ങളെ ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന CPM നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയെ എങ്ങനെ കാണണം KR ഗോപികൃഷ്ണൻ? റീജിത്ത്, ഈ CPM-നെ സംബന്ധിച്ച് വളരെ വിഭാഗീയത, CPM-നകത്തെ പാർട്ടിക്കകത്തെ ആഭ്യന്തര വിഭാഗീയത വളരെ രൂക്ഷമായിരുന്നു. അതായത് പിണറായി VS വിഭാഗീയത വളരെ രൂക്ഷമായിരുന്ന കാലത്ത് ഇതുപോലെ സമാനമായ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിൽ ആ വിഭാഗീയത മൂർച്ഛിച്ചതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും സത്യത്തിൽ പ്രതിഫലിച്ച ഒരിടമായിരുന്നു കരുനാഗപ്പള്ളി ഇതിനു മുൻപും. അതിനുശേഷം ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഈ സമ്മേളന കാലത്ത് CPM പലയിടങ്ങളിലും നേരിടുന്ന വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ, അത് നേതൃത്വത്തിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പും ഒക്കെയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലായാലും, അതല്ല അമ്പലപ്പുഴ ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് G സുധാകരൻ ഒഴിവാക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദമായാലും, പത്തനംതിട്ടയുടെ ഭാഗമായി നിലനിൽക്കുന്ന തിരുവല്ല നോർത്ത് നഗരം നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താൻ കഴിയാതെ പോയ സംഭവമായാലും, ഇതൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധം നടത്തുമ്പോൾ അവരുടെ പ്ലക്കാർഡിൽ എഴുതിയിരുന്നത് സേവ് CPM എന്നുള്ളതാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇത് CPM-ന്റെ നേതൃത്വത്തിനെതിരെ, പ്രാദേശിക നേതൃത്വത്തിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി തീരുന്ന, അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമായി ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ ഇടപെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ അച്ചടക്ക നടപടി, അതായത് ഏരിയ കമ്മിറ്റി പൂർണ്ണമായി പിരിച്ചുവിടുക, അവിടെ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ഒരു ജില്ലയിൽ ഇത്ര രൂക്ഷമായ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന, അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന, എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഉടനടി പരിഹാരം ഉണ്ടാക്കുക, അതിന് ശക്തമായ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് CPM-ന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി. കാരണം നേതൃത്വത്തെ സംബന്ധിച്ച് CPM-ന്റെ കേഡർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ട്.